കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട മാനന്തവാടിയിൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. അക്രമകാരിയായ ആന ജനവാസ മേഖലയോടടുത്ത പ്രദേശത്ത് തന്നെ തുടരുകയാണ്. അതേസമയം ആനയെ ഇന്ന് മയക്കുപിടി വെക്കില്ല. കർണാടകയിൽ നിന്നും കുങ്കിയാനകൾ എത്തിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. AK ലതീഷിന്റെ സംഭവസ്ഥലത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. ലതീഷ്, എന്തായാലും ഇന്ന് മയക്കുപിടി വെക്കില്ല എന്ന് തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? കീർത്തി, ഇന്ന് മയക്കുവെടി ഉണ്ടാവില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത്. കാരണം 6 മണിയായി. ഇനി ആനയെ മയക്കുവെടി വെച്ച് ഈ സ്ഥലത്ത് നിന്ന് മാറ്റുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മയക്കുവെടി ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് നിന്ന് ക്യാമ്പ് ചെയ്യുകയും ആന പ്രദേശത്തേക്ക് ആളുകളെ ഉപദ്രവിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഉറപ്പുവരുത്തുന്നതിനുള്ള ക്രമീകരണം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കൂടുതൽ RRT സേനാംഗങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് വനംവകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പ്രദേശത്ത് നിന്ന് മാറി ഒരു 200 മീറ്റർ മാറി ആന ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായതിനാൽ തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ ഇതിനകം തന്നെ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കർണാടക വനംവകുപ്പുമായി ചേർന്നുകൊണ്ടാണ് ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നത്. ഈ പ്രദേശത്ത് നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആരും വാഹനവും ഉൾപ്പെടെ ഒന്നും തന്നെ ഈ പ്രദേശത്തു കൂടെ കടത്തിവിടുന്നില്ല. ആന തിരിച്ച് വന്ന വഴി തന്നെ ഇറങ്ങാനുള്ളൊരു സാധ്യതയും വനംവകുപ്പ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഈ പ്രദേശത്ത് നിന്നും ആളുകളെ പൂർണ്ണമായും ഇതിനകം തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളോട് ഈ പ്രദേശം വിട്ടുപോകണമെന്നുള്ള നിർദ്ദേശവും ഇതിനകം തന്നെ വനംവകുപ്പ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ അജി കൊല്ലപ്പെട്ട ആ വീട്ടിലുള്ള കുട്ടികളുമായി സംസാരിച്ചിരുന്നു. ആ കുട്ടികളാണ് രാവിലെ അജി വിളിക്കുന്നത് കേട്ട് ഗേറ്റ് തുറക്കാൻ വേണ്ടി വന്നത്. എന്നാൽ ഗേറ്റ് തുറക്കും മുമ്പ് തന്നെ ആന തൊട്ടടുത്ത് എത്തിയെന്ന് മനസ്സിലാക്കി അജി ഗേറ്റ് ചാടിക്കടന്നപ്പോൾ വീട്ടിന് മുറ്റത്ത് വീഴുകയായിരുന്നു. ആ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചാണ് ഗേറ്റ് പൊളിച്ചെത്തിയ ആന അജിയെ വകവരുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് അവിടെ നിന്നും ആ വീടിൻ്റെ അരികിലൂടെ തന്നെ അവിടെയുള്ള വസ്തുവകകളും മറ്റും നശിപ്പിച്ച് കാട്ടിലേക്ക് കയറുന്ന സാഹചര്യമാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീടിനൊക്കെ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരു 200 മീറ്റർ മാറിക്കഴിഞ്ഞാൽ വനപ്രദേശം തന്നെയാണ്. ആ വനപ്രദേശത്ത് തന്നെ ആന ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് അധികൃതർ നൽകുന്ന വിവരം. എന്തായാലും ഇന്ന് മയക്കുവെടി വെക്കാനുള്ള സാധ്യത ഇല്ല എന്നതുകൊണ്ട് തന്നെ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയായിരിക്കും ഉണ്ടാവുക. നാളെ തുടർ നടപടികളിലേക്ക് കടക്കും. അജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നാളെ പള്ളിയിൽ പൊതുദർശനവും അടക്കവും നാളെ ഉച്ചയോടുകൂടി നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൊല്ലപ്പെട്ട അജിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും അടുത്ത ബന്ധുവിന് സർക്കാർ ജോലിയുമാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കൂടുതൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന് മുമ്പാകെ ഉന്നയിക്കാനാണ് ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഒപ്പം ആനയും അതേപോലെ തന്നെ വന്യമൃഗങ്ങളെയും തുരത്താൻ ആവശ്യമായ കൃത്യമായ നടപടികൾ വയനാട്ടിൽ ഉണ്ടാവണമെന്നുള്ള ഒരാവശ്യവും സർവകക്ഷി യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. കീർത്തി. ശരി, ലതീഷാണ് വിവരങ്ങൾ.